തീരദേശ ഹൈവേയുടെ പബ്ലിക് ഹിയറിംഗ് അകലാട് അൽസാക്കി ഓഡിറ്റോറിയത്തിൽ നടത്തി. അതേസമയം തീരദേശത്തെ ചില മെമ്പർമാരും ഭൂവുടമകളും ഹിയറിംഗ് അറിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപം. തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടനെ ആരംഭിക്കണമെന്നും വീടും ഭൂമിയും നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസ പാക്കേജ് സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. തീരദേശ ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ പേർക്ക് തൊഴിലവസരം ലഭ്യമാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തീരദേശ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനായുള്ള അളവെടുപ്പ് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നടത്തിയത്. പുനരധിവാസ പാക്കേജിനെ 2 വിഭാഗങ്ങളിലായി തിരിച്ച് ഉടമസ്ഥാവകാശ രേഖകളുള്ളവർ കാറ്റഗറി 1-ലും ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാത്തവരെ കാറ്റഗറി 2-ലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2-ൽ ഉൾപ്പെട്ട പുനരധിവസിപ്പിക്കപ്പെടേണ്ട കുടുംബങ്ങൾക്ക് 600 ചതുരശ്ര അടി ഫ്ളാറ്റ് അല്ലെങ്കിൽ 13 ലക്ഷം രൂപയുടെ ഒറ്റത്തവണ നഷ്ടപരിഹാരം നൽകും. ആകെ 52 സ്ട്രെച്ചുകളിലായി 623 കിലോമീറ്റർ ദൈർഘ്യമാണ് 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേക്ക് ഉള്ളത്. തൃശൂർ ജില്ലയിൽ 59.9 കിലോമീറ്ററാണ് പരിധി വരുന്നത്. ഓരോ 50 കിലോമീറ്റർ ഇടവിട്ട് 12 ഇടങ്ങളിൽ പ്രത്യേക ടൂറിസം കേന്ദ്രങ്ങൾ സജ്ജമാക്കും. സൈക്കിൾ ട്രാക്ക്, ചാർജിംഗ് സ്റ്റേഷനുകൾ, റെസ്റ്റോറന്റ് തുടങ്ങി എല്ലാ സൗകര്യവും ഉണ്ടാകും. 14 മുതൽ 15.6 മീറ്റർ വീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഹൈവേ നിർമ്മിക്കുന്നത്. തിരുവനന്തപുരം പൂവാർ മുതൽ കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാട് വരെ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേക്ക് 6500 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സാറ്റലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചാണ് അലൈൻമെന്റുകൾ നടത്തിയിട്ടുള്ളത്. പ്രദേശത്ത് പല വീടുകളും ഭാഗികമായും പൂർണ്ണമായും ഉൾപ്പെടുന്നുണ്ട്. അൽസാക്കി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ തഹസിൽദാർ തൃശൂർ, VK കൺസൾട്ടൻസി ഉദ്യോഗസ്ഥൻ ബാലൻ, KRFB ഉദ്യോഗസ്ഥൻ അജിത്, പൊന്നിയൂർകുളം, പൊന്നിയൂർ പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകളിലെ മെമ്പർമാർ, തീരദേശ വികസന സംരക്ഷണ സമിതി സെക്രട്ടറി VK അഷറഫ്, മൻസൂർ ആലത്തയിൽ, KM മൊയ്തീൻ കുഞ്ഞി അണ്ടത്തോട്, PK ഷാഹുൽ ഹമീദ്, P സൈദലവി, മത്സ്യത്തൊഴിലാളി ജാഗ്രതാ സമിതി അംഗം അമ്മുണ്ണി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അതേസമയം മുഴുവൻ ആളുകളെയും യോഗം നടക്കുന്ന വിവരം അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. CCTV ന്യൂസ്, പൊന്നിയൂർകുളം.